നോക്കിക്കേ ഇത് കണ്ടോ? ഇത് എന്നതാന്ന് പറയാമോ? ഇതാണ് കേർഡ് റൈസ്. അല്ല, ഇതാണ് കേർഡ് കീൻവ. ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ കീൻവയും കൊണ്ടിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണേ. ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് വേറെ 10 കറിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഹാഫ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത്, സെലറി ചോപ്പ് ചെയ്തത്, ക്യുക്കമ്പർ ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2-3 ഗ്രീൻ ചില്ലീസ്, അതുപോലെ നമ്മുടെ പച്ചമാങ്ങ ചോപ്പ് ചെയ്തതാണിത്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇനി അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യണേ. ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ആ തിക്നെസ് ഒന്ന് മാറ്റാൻ വേണ്ടി. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നമ്മുടെ ഈ പറഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ 1 കപ്പ് കീൻവാണ്, കുക്ക്ഡ് കീൻവാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഈ യോഗട്ട് മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് സ്വീറ്റ് കോണും അതിലേക്ക് ഇത്തിരി ബട്ടറും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡറും ഇട്ടാൽ ഒരു എരിവൊക്കെ കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചിയ സീഡാണേ. ഇനി എന്താ, നമ്മൾ സാധാരണ കടുകൊക്കെ പൊട്ടിക്കുന്നത് പോലെ കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കടലയും ഇത്തിരി ക്യുമിൻ സീഡും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് സെർവ് ചെയ്യുന്നത് 4-5 ടേബിൾ സ്പൂൺ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ഞാൻ പ്രോട്ടീനിന് വേണ്ടി 2 മുട്ടയാണ്, പിന്നെ ഞാനൊരു പൂവാണ് ഉദ്ദേശിച്ചത്, അവക്കാഡോ കൊണ്ട് ഒരു ഹാഫ് അവക്കാഡോ ആണ് എടുത്തേക്കുന്നത്. ഇത് പൂവായോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണേ. ഈ ഒരു ഡിഷ് കഴിക്കുമ്പോൾ ഇത്രയും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം, ഒത്തിരി കുക്കൊന്നും ചെയ്യുകയും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലേ? സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്.